ഹായ് ഗുഡ് മോർണിംഗ് വാട്ട് എ വണ്ടർഫുൾ ഡേ എന്ന് ടിമ്മണ്ണം പറഞ്ഞ ചാടിത്തുള്ളൻ 1000 ആപ്പിൾ ഫാൻസ് ഉണ്ട്. 99% ആപ്പിൾ യൂസേഴ്സും അതിന്റെ ഫാൻസ് ആണെങ്കിലും ഡെറ്റോളിന്റെ ഹാർപ്പിക്കിന്റെയും പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ 1% ഉണ്ടാകും ആപ്പിളിന്റെ ടോക്സിക് ഫാൻസ്. ആൻഡ് ഐഫോൺ 16 ഇറങ്ങിയതോടുകൂടി ഇവന്മാരുടെ കൺട്രോൾ അങ്ങ് കയ്യിന്ന് പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആപ്പിൾ ഇവന്റിലെ പ്രസന്റേഷൻ ഐഫോൺ 16 വീഡിയോ റെക്കോർഡിംഗ് പോസ് ആക്കാൻ പറ്റുമെന്ന് പറയുന്നത് വരെ ഒരു ഫീച്ചറായി കാണിച്ച് സ്ക്രീൻ തികക്കേണ്ട വന്ന ഈ സാഹചര്യത്തിൽ ആപ്പിളിനും ഐഫോൺ പ്രേമികൾക്കും ഐഫോൺ അന്ധവിശ്വാസികൾക്കും നല്ലപോലെ തെക്കും വടക്കും ട്രോൾ കിട്ടുന്നുണ്ട്. എന്തായാലും ഈ ടോക്സിക് ആപ്പിൾ ആരാധകരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഐഫോൺ 16 ലോഞ്ച് ഇവന്റ് നടക്കുന്ന സമയത്ത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കിലെ നിതിൻ ബ്രോ എക്സിൽ ഒരു ട്വീറ്റ് ഇട്ടായിരുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: ലാസ്റ്റ് നൈറ്റ് നമ്മളെല്ലാവരും ഐഫോൺ 16 ഇവന്റ് എൻജോയ് ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്ററിന് ഐഫോൺ 14 ഓട്ടോ അപ്ഡേറ്റ് ആയി ആൻഡ് ഇത് ആപ്പിൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തു. യെസ്, ഗിറ്റാർ കമ്പി പോലെ ഡിസ്പ്ലേയിൽ തുരുതുര വരകൾ. ഒന്നുമില്ല, ഡിസ്പ്ലേ അടിച്ചുപോയി. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ആപ്പിളിന്റെ ഐഫോൺ 16 ലോഞ്ച് ഇവന്റ് നടക്കുവാണ്. അത് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ട്വീറ്റ് കൂടി കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്ത ആപ്പിളിന്റെ ടോക്സിക് ഫാൻ ബോയ്സ് ഇതിനെ അങ്ങ് റിപ്പോർട്ട് ചെയ്തു. ഇത് വെറും ഒരു ക്ലിക്ക് ബൈറ്റ് ആണ്. ചുമ്മാ എൻഗേജ്മെന്റ് കൂട്ടി മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആപ്പിൾ ഇവന്റിന്റെ കറക്റ്റ് ടൈമിൽ ഫോണിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. വേറെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പോലും കൊടുക്കാതെ ചുമ്മാ ഇട്ടേക്കോ നാട്ടുകാരെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സീരിയസ്ലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യൂട്യൂബിൽ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഇൻസ്റ്റാഗ്രാമിൽ 800K ഉള്ള കേരളത്തിലെ പേര് കേട്ടൊരു യൂട്യൂബർ 16K ഫോളോവേഴ്സ് ഉള്ള ട്വിറ്റർ അക്കൗണ്ടിൽ എഡിറ്റ് ചെയ്ത് ഈ ഒരു ഫോട്ടോ ഇട്ട് എൻഗേജ്മെന്റ് ഉണ്ടാക്കി മോണിറ്റൈസേഷൻ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കേണ്ട ഗതികേടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ കുറെ പേര് ഈവന്റ് നടക്കുന്ന സമയത്ത് ആപ്പിൾ ഞങ്ങളുടെ ഫോണിലൊന്നും അപ്ഡേറ്റ് ഒന്നും പുഷ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എങ്ങനെ അപ്ഡേറ്റ് വന്നു, അതെങ്ങനെ ഓട്ടോ അപ്ഡേറ്റ് ആയി? ഇത് കേട്ടാൽ തന്നെ അറിയാം ഫേക്ക് ആണ്, പോടോ പുളു അടിക്കാണ്ട്. എന്നാൽ ആപ്പിൾ ഒരു അപ്ഡേറ്റ് പാക്കേജ് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോണിൽ വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഓൺ ആയിരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ പാക്കേജ് പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ആയി അതിനുശേഷം നിങ്ങളുടെ ഫോൺ നിങ്ങൾ ചാർജിന് കുത്തിയിട്ടേക്കുവാണ്, നിങ്ങൾ ഓവർനൈറ്റ് ആണ് കുത്തിയിട്ടേക്കുന്നതെങ്കിൽ ആൻഡ് അത് നിങ്ങൾ കുറെ നേരത്തേക്ക് ഉപയോഗിക്കാതെയാണ് വെച്ചേക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓട്ടോ അപ്ഡേറ്റ് ഒക്കെ ഇൻസ്റ്റാൾ ആവുന്നത്. സോ ഈവൻ ഒരു മാസം മുന്നേ വന്ന അപ്ഡേറ്റ് ആണെങ്കിലും ഈ സിറ്റുവേഷനുകൾ വന്നാൽ മാത്രമേ ഓട്ടോ അപ്ഡേറ്റ് ആവുള്ളൂ. ആൻഡ് ഇതൊക്കെ അന്വേഷിക്കാൻ ഇവർക്ക് എവിടെ നേരം? ആ സമയം കൊണ്ട് 4 ആൾക്കാരെ കുറ്റം പറയാം. എന്നാൽ അതിലുപരി ഈ മതം പൊട്ടി നിൽക്കുന്ന ടോക്സിക് ഫാൻസിന് പ്രൂഫായി ഐക്യയിലുള്ള 30,000 രൂപയിൽ കൂടുതലുള്ള ഡിസ്പ്ലേ മാറ്റേണ്ട കൊട്ടേഷന്റെ ഫോട്ടോ പോലും പുള്ളി ഇട്ടിരുന്നു പ്രൂഫായിട്ട്. അതിൽ വിശദമായി എന്താണ് ഇഷ്യൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എത്ര രൂപയാണ് മാറ്റാനായിട്ട് വരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം വരെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവന്മാർ ഇഷ്യൂ എന്താണ് എന്ന് വായിക്കുന്നതിന് പകരം ഇവന്മാരുടെ കണ്ടുപോയത് കണ്ടറിയാം ഇത് ഉട്ടായിപ്പാണ് എന്ന്. ഇത്രയും ലുട്ടാപ്പി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണോ ഈ ടോക്സിക് ഫാൻ ബോയ്സ്? ഇനി അതിലും കോമഡിയാണ് ഞാൻ ഇട്ടിരുന്ന ഒരു റീലിന്റെ അടിയിലുള്ള കമന്റ് സെക്ഷൻ. രാത്രി മുഴുവനും ഉറക്കം ഒഴിച്ചിരുന്ന ആപ്പിൾ ഇവന്റ് കണ്ട് ഞാനൊരു യാത്രയിലാണെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി അപ്പോൾ തന്നെ അപ്ഡേറ്റ് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ വേറെ മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഒരു മാക്കിലാണ് എന്നുള്ളത് കൊണ്ടും എന്റെ കയ്യിൽ ഒരു ഐഫോൺ 15 ഉള്ളത് കൊണ്ടും അതിനകത്ത് ഞാൻ അവരുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള വോയിസ് റെക്കോർഡർ, വോയിസ് മെമ്മോയിൽ ഒരു റെക്കോർഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് എനിക്ക് മാക്കിലേക്ക് ഷെയർ ചെയ്യാമല്ലോ എയർ ഡ്രോപ്പ് വഴി എന്ന് ചിന്തിച്ചാണ് ഞാൻ ഏകദേശം 18 മിനിറ്റോളം ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഈ വീഡിയോന്റെ വോയിസ് ഓവർക്ക് വേണ്ടി. എന്നാൽ കോമഡി എന്നാൽ ഈ 18 മിനിറ്റോളം റെക്കോർഡ് ചെയ്ത ഈ ഒരു ഫയൽ ഞാൻ മാക്കിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ആപ്പിനകത്ത് സെൻഡിനുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, ആ ആപ്പ് അങ്ങ് ഫ്രീസായി. പ്ലേയും ആവുന്നില്ല, സ്ക്രോളും ആവുന്നില്ല. സോ ഞാൻ വീണ്ടും ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കി നോക്കി, വീണ്ടും നിങ്ങൾക്ക് അതേ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്ത സമയത്ത് ഏകദേശം 22% ബാറ്ററി ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി, കാരണം അന്ന് തന്നെ വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടായി. പക്ഷേ ലേറ്റർ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ഓക്കെ ആയി. പക്ഷേ ഐഫോണിൽ ഒരിക്കലും ലാഗോ സ്റ്റക്കോ വരില്ല, കാരണം ആപ്പിൾ അവരുടെ സ്വന്തമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്താണ് വെച്ചേക്കുന്നത്. നിങ്ങളുടെ പരട്ട ആൻഡ്രോയിഡ് പോലെ അല്ല എന്ന് ഫാൻ ബോയ്സ് പറഞ്ഞു നടക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഞാൻ 15 മിനിറ്റിന് ശേഷം ഹാങ് മാറിയിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഓക്കെ ഹാങ് ആയതിനു ശേഷമുള്ള ആ ഒരു വീഡിയോ എടുത്തിട്ടില്ലല്ലോ. സോ നെക്സ്റ്റ് ഡേ ഓൾറെഡി ഹാങ് മാറിയത് കൊണ്ട് ആ ഒരു ഹാങ് മാറിയതിന്റെ ക്ലിപ്പ് എടുത്തു. അതിന് മുന്നേ ഞാൻ വേറെ ഓഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ബട്ട് ആ സമയത്ത് 90% എന്തോ ബാറ്ററി ഉണ്ടായി. ഇനിയാണ് ട്വിസ്റ്റ്. കമന്റ് സെക്ഷനിൽ ഐഫോൺ ഫാൻ ബോയ്സ് ഇളകി. എൻ്റെ ഐഫോണിൽ ടെലഗ്രാമും ഇതേപോലെ ആവുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ, BGMI കളിക്കൂ ചെത്ത് നിൽക്കുന്നത് കാണാം എന്നൊക്കെ ലാഗും സ്റ്റക്കും അനുഭവിച്ച ഐഫോൺ യൂസേഴ്സ് കമന്റ് ഇട്ടപ്പോൾ മറുഭാഗത്ത് ടോക്സിക് കോളികളുടെ പോടാ മരവാഴ, ഐഫോണിനെ കുറ്റം പറഞ്ഞപ്പോൾ റീച്ച്, പിന്നെ എന്തിനാ നീ വാങ്ങിയേ? നീയൊക്കെ ഒരു ടെക്കിയാണോ? ലാഗും ബഗ്ഗും തമ്മിൽ തിരിച്ചറിയാൻ പറ്റിയില്ലേ? ബഗ്ഗൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലുള്ള സ്വാഭാവികമാണ്. താൻ ആദ്യം പോയി ആൻഡ്രോയിഡിന്റെ ലാഗ് കണ്ടിട്ട് വാ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കറക്റ്റ്
കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള വോയിസ് മെമ്മോ ആപ്പാണ്, അവരുടെ സ്വന്തമായിട്ടുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആപ്പ്. അതിനകത്തൊരു 18 മിനിറ്റിൻ്റെ ഓഡിയോ മൊത്തം റെക്കോർഡ് ചെയ്തിട്ട് അത് പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ ആപ്പ് മൊത്തം അങ്ങ് ഫ്രീസ് ആകുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും നേരം ഞാനിരുന്ന് വായിട്ടലച്ചിട്ട് ആ ഫയൽ മൊത്തം പോയി കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾക്കറിയാവൂ. അതിപ്പോൾ ആപ്പിൻ്റെ ബഗ്ഗായിക്കോട്ടെ, അതിനെ ലാഗ് എന്ന് വിളിക്കേണ്ട. പക്ഷേ ആ ഒരു ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ആപ്പിളുകാരാണ്. എൻ്റെ അത് ഓടുന്നത് iOS-ലുമാണ്. iOS-ൻ്റെ ആപ്ലിക്കേഷൻ iOS നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കുമല്ലോ എപ്പോഴും. എന്നാൽ ഏറ്റവും കോമഡി ഒരു ലെജൻഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി. ബ്രോ, ഫസ്റ്റ് ആപ്പ് എടുക്കുമ്പോൾ ലാഗ് ആയപ്പോൾ 22% ചാർജ് അല്ലേ ഉള്ളൂ. ലാഗ് മാറിയപ്പോൾ നിങ്ങളുടെ ചാർജ് 90% എബവ് ഉണ്ട്. 90% എബവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ലാഗ് മാറിയത്. അതായത് ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ചാണ് ഈ ഐഫോണുകളുടെ ലാഗ് എന്നും. ബാറ്ററി കൂടുതലുണ്ടെങ്കിൽ ലാഗ് കുറവായിരിക്കും, ബാറ്ററി കുറയുമ്പോൾ ലാഗ് കൂടുതലായിരിക്കും. എനിവേസ്, ഇപ്പോഴും എൻ്റെ ഐഫോണിൽ കുറേ അധികം ഇമെയിലുകൾ ടാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ CC ചെയ്തിട്ട് ആരെങ്കിലും ഒരു ഇമെയിൽ അയക്കുവാണെങ്കിൽ ആ ഇമെയിലുകളിൽ കൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റട്ടർ ആവുന്നുണ്ട്, ലാഗ് ഉണ്ട്. അതിപ്പോൾ സ്റ്റോറേജ് കുറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സ്റ്റോറേജും ഉണ്ട്, ബാറ്ററി ഹെൽത്തും പക്കയാണ്. സോ ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും ഫോണിൽ താങ്ങാൻ പറ്റാത്ത അത്രയും പ്രോസസ്സുകൾ കൊടുത്താൽ, ഓവറായിട്ട് അതിൻ്റെ റാമിനെ ഓവർലോഡ് ചെയ്താൽ, ഡിവൈസ് ഹീറ്റ് ആയാൽ, ആംബിയൻ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റോറേജ് അഥവാ മെമ്മറിൻ്റെ ഏജ് കൂടുതലാണെങ്കിൽ, സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഒന്നും പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ഡിവൈസ് ആണെങ്കിലും ലാഗ് ആകും. എനിക്ക് പറയാനുള്ളത്, ഏതൊരു വസ്തുവിനെയും നിങ്ങൾ ആരാധിച്ചോ, എന്നാൽ ആ ഒരു ആരാധന ഒരു അന്ധഭക്തി ആവാതിരിക്കണം എന്ന് മാത്രം. എന്തായാലും ആപ്പിൾ ആയാലും ആൻഡ്രോയിഡ് ആയാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ജസ്റ്റ് അവരുടെ പ്രൊഡക്റ്റുകളുടെ കൺസ്യൂമേഴ്സ് ആണ്, അല്ലാതെ മുതലാളികളല്ല.